എല്ലാ ഫലങ്ങളും UDF അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ്. അപ്പൊ LDF കേവല ഭൂരിപക്ഷം ആരും പ്രവചിക്കുന്നില്ല. ഈ ഫലങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ചില വാർത്താ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടും ചില പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5ഓ 8ഓ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു എക്സിറ്റ് പോളിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയനാണ് എന്ന് ആ സർവേ തന്നെ പറയുന്നു. പിന്നെ അസംഭാവ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളാണ്. ഞാനതിന്റെ ഉള്ളടക്കത്തിലേക്കൊന്നും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. 14 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നതാണ് ചില സർവേ. എന്ത് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സർവേയാണ്? ഒരു സീറ്റും BJPക്ക് ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നു. എല്ലാവരും നിയമം ഉൾപ്പെടെ ഒരു സീറ്റ് ഈ കേരളത്തിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നതല്ല കേരളത്തിന്റെ വസ്തുനിഷ്ഠ. അതുകൊണ്ട് അതൊക്കെ കണക്കുകൂട്ടിയിട്ടാണ് ഇപ്പോഴും ഈ പറയുന്ന പോലെ 7 സീറ്റ് 14 സീറ്റൊക്കെ BJPക്ക് ലഭിക്കുമെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ ആത്മനിഷ്ഠ ഘടകം ചില പത്രങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ടുണ്ട്. UDF ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചവർ സർവേ നടത്തിയാൽ ആ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നാൽ അവർ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാത്തത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ ഒരു പത്രവും വാർത്തയും ഒന്നുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിന്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചു. 94 സീറ്റ് വരെ UDF പറയുന്നുണ്ട്. അതേസമയം അത് ആത്മനിഷ്ഠ ഘടകത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. പിണറായി വിജയനെ മുൻനിർത്തി നടത്തിയ പ്രചരണം ഭരിച്ചു എന്നാണോ ഈ അദ്ദേഹത്തിന്റെ വ്യക്തി? അതാണോ കാണിക്കുന്നത്? അതല്ലേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം, അത് ഉയർത്തി മുമ്പോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 100+ പോകുന്നുള്ളതായിരുന്നു UDFന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ വനവാസത്തിലേക്ക് പോകുന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ സർവേയിലൂടെ തന്നെ അതിനൊന്നും സാധ്യതയില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ കൃത്യമായിട്ട് പരിശോധിച്ചത്. ചില എക്സിറ്റ് പോളുകളിലൊക്കെ മലപ്പുറം, എറണാകുളം, കോട്ടയമൊക്കെ ഒരു സീറ്റും ഇല്ലാതെ പോകും. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് കിട്ടാൻ സാഹചര്യം ഉണ്ടാവുന്നൊക്കെ സമയം. അതൊക്കെ ശരിയായ സർവേ അല്ല, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഞാനതല്ലേ പറഞ്ഞത്. അതൊക്കെ കൂട്ടിയിട്ടാണല്ലോ ഇപ്പൊ നമ്പർ 60, 69 ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണല്ലോ. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കിയ ഒരുപടി സീറ്റ് ഞങ്ങൾ ജയിക്കുന്നതാണ്, ഉറപ്പായിട്ടും ജയിക്കുന്ന സീറ്റുകളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിലാണ് വിശ്വാസം. ഞങ്ങൾ ഒരു റിപ്പോർട്ടിനെയല്ല വിശ്വസിക്കുന്നത്, കൃത്യമായിട്ട് ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4-ാം തീയതി ആകുമ്പോൾ അത് അത്രത്തോളമാണ് എന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ കാര്യം. വെറുതെ അതിനിടയ്ക്ക് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സർവേ റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അതിനോടുള്ള പ്രതികരണം എന്താണെന്ന് പറയാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ടാണെന്നാണ് എന്റെ ഒരു തോന്നൽ. കാരണം അവർ തന്നെ പറഞ്ഞത് 69 കഴിച്ചാൽ പിന്നെ 70-ലേക്ക് 1, പിന്നെ ഭൂരിപക്ഷത്തിന് 1, 2 സീറ്റിന്റെ വ്യത്യാസമാണ് ഞങ്ങളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത്.
ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് 2 വോട്ടിന്റെ അല്ലെങ്കിൽ 2 സീറ്റിന്റെ വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. ഒരു 5ഓ 8ഓ സീറ്റ് മാറുന്നൊരവസ്ഥ വന്നാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിലേക്ക് വരും. അപ്പൊ തന്നെ എക്സിറ്റ് പോളുകൾ തള്ളുന്നില്ല. ഈ എക്സിറ്റ് പോൾ തള്ളേണ്ട കാര്യം ഞാൻ തള്ളിയതുകൊണ്ടോ തള്ളാതിരുന്നുകൊണ്ടോ എക്സിറ്റ് പോൾ ഇല്ലാണ്ടിരിക്കുമോ? അതുള്ള വസ്തുതയാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കും എന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റാതെ ചില ആളുകൾ രഹസ്യമായിട്ട് പറയുകയാണത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതാണ്. എന്താ കാരണം, ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ലെന്നും പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന രീതിയിൽ 1ാം സ്ഥാനത്ത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. ആ സ്ത്രീയും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ? പക്ഷേ ഈ എങ്ങാനും പ്രതിപക്ഷത്ത് പോയാൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ച് നമ്മളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭരണത്തിൽ തന്നെ വരാൻ പോവാണ്. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇല്ലാതെ വസ്തുനിഷ്ഠമല്ലാതെ കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയില്ല. ഇല്ലില്ല, ജനറൽ ചോദിക്കാൻ ഞാൻ ഇതും പറയുന്നില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കാൻ പോവാം. പോരെ? സെക്രട്ടറി 6-ാം തീയതി അത് പിന്നീട് തീരുമാനിക്കും. മുഖ്യമന്ത്രി അവിടെ തീരുമാനിക്കണം. ഞാൻ അത് തീരുമാനിക്കും, ഉറപ്പായിട്ട് തീരുമാനിക്കും.